നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മണിപ്പൂർ മുഖ്യമന്ത്രിയായ ബിരേൻ സിംഗ് ഏറെ വിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ രാജിവെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബിരേൻ സിംഗിന് ഒരു കൂടിക്കാഴ്ചയുണ്ടായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് രാജിപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടുകൂടി മണിപ്പൂരിൽ രാജ്ഭവനിലെത്തി ഗവർണർക്ക് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം നിരവധി BJP നേതാക്കളും മണിപ്പൂരിലെ മറ്റു മന്ത്രിമാരും ഉണ്ടായിരുന്നു. മണിപ്പൂരിലെ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ആവശ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു നേതൃമാറ്റം. പക്ഷേ പാർട്ടി കേന്ദ്ര നേതൃത്വം ഇതേ സംബന്ധിച്ച് ഒരു വിധത്തിലുള്ള തീരുമാനത്തിലേക്കും കടന്നിരുന്നില്ല. മുഖ്യമന്ത്രി അടക്കം ഇതിന്റെ പഴി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യം മണിപ്പൂരിലെ കൂക്കി വിഭാഗത്തിൽ നിന്നുള്ള MLA-മാർ നിരവധി തവണയാണ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. നാളെ ബജറ്റ് സമ്മേളനമടക്കം നടക്കാനിരിക്കെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി രാജിപ്രഖ്യാപനം നടന്നിരിക്കുന്നത്. മണിപ്പൂർ സംസ്ഥാനം ഇനി രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകും. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിലേക്ക് കടക്കുന്നു. മുഖ്യമന്ത്രി രാജിവെച്ച സാഹചര്യത്തിൽ മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ചു. ഗവർണർ അജയ് ഭല്ല നാളെ ദില്ലിയിലേക്ക് തിരിക്കും. മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം കേന്ദ്ര നേതാക്കളും ബിരേൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് കലാപം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് അത് നിയന്ത്രിക്കലിൽ നിന്നും സംസ്ഥാന സർക്കാർ അമ്പെ പരാജയപ്പെട്ടു. ഇതേ തുടർന്ന് വ്യാപകമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വന്നത്. മെയ്തി വിഭാഗത്തിലുള്ളവരെ പട്ടിക വിഭാഗത്തിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനോട് മണിപ്പൂർ ഹൈക്കോടതി നിർദ്ദേശിച്ച ഉത്തരവിനെ തുടർന്നുള്ള പ്രക്ഷോഭമാണ് സംസ്ഥാനത്തെ വംശീയ കലാപത്തിലേക്ക് നയിച്ചത്. സംഘർഷത്തിൽ ഇതുവരെ 250-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി അവരെ അക്രമികൾ നഗ്നരാക്കി നടത്തുന്നതിന്റെ വീഡിയോ ദൃശ്യം പുറത്തു വന്നതോടെയാണ് മണിപ്പൂർ കലാപത്തിന്റെ ഭീകരത പുറം ലോകത്തിനറിയുന്നത്. 2023 മെയ് മാസത്തിൽ തുടങ്ങിയ കലാപം ഒരു വർഷത്തിനിപ്പുറവും കെട്ടടങ്ങിയിട്ടില്ല. ആയിരക്കണക്കിന് ആളുകളാണ് വീടും സ്ഥലവുമില്ലാതെ പലായനം ചെയ്യേണ്ടി വന്നത്. 100 ആളുകൾക്ക് പരിക്ക് സംഭവിച്ചു. കലാപത്തിന്റെ പേരിൽ രൂക്ഷ വിമർശനം തന്നെയാണ് സർക്കാരിന് ഏൽക്കേണ്ടി വന്നത്. അധികകാലം കടിച്ചു തൂങ്ങി നിൽക്കാനായി സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപ് ഒരു തവണ രാജിവെക്കാനായി അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു, ശ്രമം നടത്തി. പക്ഷേ നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ അദ്ദേഹം തന്നെ തീരുമാനം മാറ്റുകയാണ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.